ഡേ 2 ആണ്. നമ്മൾ രാവിലെ തന്നെ എത്തി. രാവിലെ 7 മണിക്ക് അല്ലായിരുന്നു, ഇന്ന് 8 മണിക്കായിരുന്നു, സോറി 8 മണിക്ക് എത്തി. നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഒരു ബ്രീഫിങ്, അത് കഴിഞ്ഞൊരു ഇൻ-റൂം ക്ലാസ് റൂം സെക്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. വെതർ കമ്പാരിറ്റീവ്ലി മോശമാണ്, മഴയാണ്. രാവിലെ തൊട്ടേ നല്ല ശക്തമായ മഴയാണ്. അറിയത്തില്ല ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇപ്പം തൽക്കാലം അറിയത്തില്ല. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ക്ലാസ് റൂം സെക്ഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്തൊരു ബ്രീഫിംഗ് ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. Track walk. We talked a little bit about yesterday, and Kyle mentioned it in the video. Sometimes visual points can be things other than cones. I should be trying to arc my way this way. Mm-hmm. How to wait. I'm gonna put another cone distance past, and then I'm gonna try and turn. Avoid that and go a little bit wide from that angle. I don't even have to go wide at that point. Like here, like where. Like I'm gonna go wide through here where I know the tip. നമ്മുടെ ട്രാക്ക് ഡേ എങ്ങനെയുണ്ട്? ഹൗസ് എവരിതിങ് ഗോയിങ്? ഇന്ന് കുറേ കൂടെ ചലഞ്ചിങ് ആയിരിക്കും, പക്ഷേ ലേണിംഗ് എക്സ്പീരിയൻസ്. കാരണം ഫുള്ള് മഴ പെയ്ത് കിടക്കുന്ന ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ ഇങ്ങനെ ലൈനിൽ നിൽക്കണം, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, സംഭവങ്ങൾ ടയർ ട്രാക്ഷൻസ് നമ്മളെത്താൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. മീൻസ് ഐ സീൻ സ്മോളർ ബൈക്സ് ഗോയിങ് ഫാസ്റ്റർ ദാൻ മീ, സോ എനിക്ക് എന്താണ് അവരുടെ ബേസിക് അവരെങ്ങനെ പഠിച്ചെന്നുള്ള അറിയാൻ വേണ്ടി. ബൈക്കിന്റെ പെർഫോമൻസ് അല്ല, ഇത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. കാരണം ഇത് റോഡല്ല, സ്ട്രെയിറ്റ് ലൈൻ ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ ഒറ്റ സ്ട്രെച്ചേ ഉള്ളൂ. നമുക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ കോണേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മൾ റോഡിൽ ചെയ്യുന്നതിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എനിവേ നമ്മുടെ ഒരു റൈഡിങ് ഇതും കൂട്ടാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആക്ച്വലി റോഡിനാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. ഞാൻ ഇപ്പം ഓഫ് റോഡിനാണെങ്കിൽ പോലും അതിന് കോഴ്സിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇത് റോഡിന്റെയും ചെയ്യണം, അങ്ങനെ എല്ലാം നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കണം. റോഡ് റൈഡിങ് ഞാൻ ഓൾറെഡി ചെയ്തു, ഭയങ്കര രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. പക്ഷെ ട്രാക്കും ഓഫ് റോഡും ഇനിയാണ്. ട്രാക്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്, ഓഫ് റോഡ് ഇനിയും ഈ വർഷം തന്നെ നമ്മൾ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ട്രാക്ക് ഡേ ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഹൗ യു എൻജോയിങ് ദ ഡേ 2? എൻജോയ്മെന്റ് മാത്രമല്ല, നമ്മളൊന്നും ചെയ്തോണ്ടിരുന്നതൊന്നും അല്ല എന്ന് മനസ്സിലായി. വെറുതെ ബൈക്ക് എടുത്ത് തറ വര ഓടിക്കുക എന്നല്ലാതെ ഇതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമുക്ക് മെയിൻലി ആൾക്കാർ ചോദിക്കും ഇവനൊക്കെ ഭ്രാന്താണ്, ഈ കോഴ്സൊക്കെ പഠിക്കും, ഇവനൊക്കെ മര്യാദക്ക് ഓടിക്കും, എന്നിട്ട് ഒന്നും ഭ്രാന്ത് മാറിയിട്ടില്ല. ഇത്ര ഭ്രാന്തിന്റെ അല്ല, എന്ന് പറയുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ബൈക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഓടിക്കാനും കാര്യങ്ങളും ഓക്കെ, എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഒരു കോർണർ അത് കറക്റ്റായിട്ട് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഏത് ആംഗിൾ പോകണം, ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത്. അതെ, നമ്മൾ ഈവൻ നാട്ടിൽ ലൈസൻസ് എടുക്കുമ്പോൾ ഒരു 8 വരയ്ക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ 2 ദിവസം വരെ 3 ദിവസം വരെ ഹംബർ കോളേജിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ മനസ്സിലായി നമ്മളൊന്നും പഠിച്ചതൊന്നും അല്ല. കാരണം നമ്മുടെ ബേസിക് സ്കില്ല് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ വളവെടുക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുക, ബ്രേക്ക് പിടിക്കരുതെന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്ക് എന്നുള്ളത് എനിക്ക് ആ ക്ലാസ്സിന് പോയപ്പോഴാണ് മനസ്സിലായത്. ബ്രേക്ക് പിടിച്ചാൽ നമ്മളെല്ലാം ബേസിക് ഇതെന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ചവിട്ടുക, വളവിലെത്തുമ്പോൾ ബ്രേക്ക് പിടിക്കുക, ഇത് രണ്ടും മാക്സിമം ബ്രേക്ക് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് വളവിന് മുമ്പേ ബ്രേക്ക് പിടിച്ച് സ്ലോ ഡൗൺ ആക്കണം, സ്ലോ ഡൗൺ ചെയ്യുക, കറക്റ്റ് പൊസിഷനിങ് എവിടെ ആപ്റ്റായിട്ട് പിടിക്കണം, എവിടെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെ ത്രോട്ടിൽ കട്ട് ചെയ്യണം എന്നുള്ളത് ഇതുപോലെ ക്ലാസ്സിന് പോകുമ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് സ്കിൽ സെറ്റ് എവിടെ ആയാലും നമ്മളിപ്പോൾ ഏത് ബൈക്കായാലും കാറായാലും സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇത് രണ്ടും അല്ലാതെ വേറെ ഒരു വകുപ്പുമില്ല. എങ്ങനെയാണ് നമ്മുടെ ട്രാക്ക് ഡേയ്സ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? എന്താണ് എക്സ്പീരിയൻസ്? രണ്ടാമത്തെ ദിവസത്തിൽ മഴയായി. അതെ, കുഴപ്പമില്ല. മഴയത്തും വെയിലത്തും നടത്ത ഇല്ല, എങ്ങനെയുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറച്ചുകൂടെ പറയും പോലെ തന്നെ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ നല്ല റൈഡേഴ്സ് ആവും. നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് പറയാൻ നിനക്ക് പറയാം.
എല്ലാവർക്കും എന്റെ ലെവലിൽ വരാൻ പറ്റും. അതെ അതെ അതെ, ജാക്സൺ ബ്രോയുടെ ലെവലിലേക്ക് എത്താൻ വളരെ പാടാണ് അല്ലേ? എല്ലാവർക്കും ജാക്സൺ ബ്രോയുടെ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഹുളിഗൺ ആണ്, ഹുളിഗൺ. ഏതായിരുന്നു ജാക്സൺ മുക്ക്? അതായിരുന്നു നിന്റെ റേഡിയസ് ഒന്നുകൂടെ കാണിച്ച റേഡിയസ് ഒന്നുകൂടെ കാണിച്ചതിന്റെ ഓ നോക്കി, നീ എന്താ റണ്ണപ്പ് എടുക്കാൻ പോകുന്നു? ഇത് താറാലോ അങ്ങനെ പോയി ആ കുഴി അടിച്ച് ഗോബിൾ അടിച്ച് തത്ത് വീണ് അവിടെ പോയി ആ പുള്ളിയോടെ കാണുന്നു. Triangle piece there. There was some oil spill over there yesterday. There's like some fuel. I think it's, Yeah, fuel, but it was like yeah, it would be slick. And on a smaller bike ride, do you really have to be here? Or is that for a bigger bike? No, for both. If you're coming in on the wheel bike, you can carry a whole lot more speed. ഒരു കാര്യമില്ല, ഷോപ്പാണ്. ബിഗ് ബൈക്ക് കൊണ്ട് നമ്മൾ ആ കോണ്ടന്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പുള്ളിയിലേക്ക് ആരടാ വരും? ഇതൊക്കെ ചോദിച്ചിട്ട് ഓടിക്കുന്നുണ്ടോണേ? ആ കോണിലാവും നോക്കുന്നത് കേട്ടോ. ആഷ്ഫോൾട്ട് പാർട്ടിഷൻ ഓക്കെ ആണെന്ന് പറയുന്നത്. സിബിനെ നല്ല ചോദിച്ചു പറഞ്ഞാൽ ഫിക്സ് ചെയ്യാത്ത പൈസ ആ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പുള്ളിക്ക് ഇവിടെ വരുമ്പോഴും നിരക്കമുള്ള അല്ല, ജാക്കി അവിടെ കിടന്ന് അല്ല അല്ല അവിടെ വീണ്, അവിടെ 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 പക്ഷേ you slipped from there to come here. ഇല്ല, അത് കണ്ടില്ല. അത് മനസ്സിലായി. കാറ്റന്മാർക്ക് ചെയ്ത് ഇത് തന്നെന്ന് ഇതാ വീണേ, ഇതാ വീണേ. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് വണ്ടി ഇവിടെ കിടന്നു. പുള്ളി ഇവിടെ കിടന്നു. അതാ പറഞ്ഞു, ഞാനിതിനെ പറയുന്നത് കറക്റ്റ് ഇവിടെ തന്നെ. എനിക്ക് പുതിയ ജാക്കി പക്ഷേ അത് അങ്ങനെയാണ്, അത് എക്സ്പീരിയൻസ് അങ്ങനെ സംഭവിക്കും അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം പഠിക്കാനല്ലേ നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ട്രാക്ക് വോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെതർ മോശമാണ്, കമ്പാരിറ്റീവ്ലി നല്ല വെറ്റാണ് നമ്മുടെ ട്രാക്ക്. അതുകൊണ്ട് തന്നെ രാവിലെ റൈഡിങ് സെക്ഷൻ ഇല്ല, ട്രാക്ക് വോക്ക് കഴിയുന്നു, നമ്മൾ ബ്രേക്കിന് പോകുന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ് മെയിൻലി ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ഫിക്സ് ചെയ്യാൻ തോന്നുന്നു, കുറച്ചുകൂടെ ഉണക്കുക, എന്തൊക്കെ പരിപാടികൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. നല്ല എക്സ്പീരിയൻസ് ആണ്. കമ്പാരിറ്റീവ്ലി പുതിയ പുതിയ ടെക്നിക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് തെറ്റായിട്ട് എന്താണ് ചെയ്യേണ്ടിരുന്നത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ റോഡിൽ കിടന്ന് ഹൈ സ്പീഡിൽ പോകുന്നതോ അല്ല നേരെ കിടന്ന് ഓടിക്കുന്ന പോലെ അല്ല. അത്യാവശ്യം നല്ല കോർണേഴ്സ് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഏത് സൈഡിലാണ് പൊസിഷൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ലീനിങ് ആംഗിളിലേക്ക് പോകേണ്ടതെന്നും ഒക്കെ ബേസിക്കലി കുറച്ചുകൂടെ ഒന്ന്. ഇന്നലത്തെ ആ ട്രാക്ക് ഡേ ഒരു സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ഫീൽ, ആ ഒരു ഡേയും കൊണ്ട് എന്ത് കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ആകാനൊക്കെ ഹെൽപ്ഫുള്ളായി. അതെ 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 അതെ, കമ്പാരിറ്റീവ്ലി വളരെ ഒരു ചെറിയ കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ 125cc എഞ്ചിൻ ബൈക്കിൽ നമുക്ക് ഓക്കെ ഇത് സ്പീഡോ അല്ലെങ്കിൽ വലിയ വണ്ടി വേണമെന്നൊന്നുമില്ല. നമ്മുടെ ടെക്നിക്സുകൾ ശരിക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ആദ്യം ചെറിയ വണ്ടി പോകുമ്പോൾ ഇതിൻ്റെ സ്പീഡൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ടറിനെ ഫോളോ ചെയ്തപ്പോൾ ഉള്ള ഒരു ഇതില്ലായിരുന്നു, അത് ഭയങ്കര സ്ലോ ആയിട്ട് വന്നപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം തന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഇത് നീങ്ങുന്നില്ലല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കൊള്ളാം എന്നുള്ള ചെറിയ വണ്ടി വെച്ചിട്ട് നമ്മൾ ഇത്രയും പുഷ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ലിമിറ്റ് പുഷ് ചെയ്യുമ്പോൾ പിന്നെ കോർണേഴ്സിലോട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു അടിപൊളിയാണ്. എന്തായാലും ഞാൻ എക്സ്പീരിയൻസ് തന്നെയാണ്. Let's see. 2 ദിവസമുണ്ട് ഇനിയിപ്പം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരും തോന്നുന്നു. ഇന്ന് ലെവൽ 2 ഉള്ള ആൾക്കാർ വരും. ഇന്ന് നാളെ ആയിട്ടപ്പം അത്യാവശ്യം ബിസി ആയിരിക്കും ട്രാക്ക്. അവർ അവരുടെ സെഷൻ ഇപ്പം നമ്മൾ ഇന്നലെ 3 സെഷൻ ചെയ്തു, ഇന്ന് 4 സെഷൻ ആയിരിക്കും. നമ്മൾ 4th ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ 3rd ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ നമുക്ക് 4 സർക്കിൾസ് ഉണ്ട്, അതിന് മുമ്പ് 3 സർക്കിൾസ് ഉണ്ട്. ഓരോരോ ബാച്ചായിട്ട് ഗ്രൂപ്പായിട്ട് കാരണം അവർ ബിഗർ ബൈക്സിലാണ് പോകുന്നത്. അവർ 250 പിന്നെ അവർ തന്നെ കൊണ്ടുവന്ന റേസ് ബൈക്സ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നുണ്ട്.
നമ്മളെ മുന്നിലായിരിക്കും. പുല്ലരെ കൊണ്ട് കാര്യമില്ല. പിന്നെ പരമാവധി ആരാണ്ടൊക്കെ ഇൻസ്ട്രക്ടർ പറഞ്ഞിട്ടുണ്ട്, പരമാവധി ആ ഫോൺ അടുത്ത് പോകാൻ പറഞ്ഞില്ലേ, അടുത്ത് പോകാൻ നോക്ക്, പോകാതിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനാവും. പെഗിൽ കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ ലൈനിൽ ഇങ്ങനെ കയറി വന്നു. Over in the 2-3 area, and we had one rider go off track. On this side of us, he was in the grass, and then one slide out going this way. If you're following that rider too closely, you are going with them. So it's reading that rider in front of you, but we are not necessarily following exactly what they're doing. That might not work for us. So trying to think that we all need to be doing the exact same thing all the time. ഗോപ്രോ നല്ല വിഷ്വൽ ഇട്ടാൽ വളരെ ഓപ്പൺ ആയപ്പോഴേ പോയി അത് ടണലിൽ വെള്ളം ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. തുറന്ന് ഓപ്പൺ ആയപ്പോഴേക്കും ഫ്രണ്ടിൽ ഞാൻ ജാക്കി ഒന്നും വായന്ന് വരാൻ പറ്റില്ല. ഇടിച്ച് ആ ചെറിയ വിരലയില് ആ നിക്കണ മറി കഴിഞ്ഞ സാധനം പോയി. നമ്മള് ട്രാക്കിൽ റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞതാണ്. എന്താ ഒരു ബെൽറ്റ് പിടിച്ചിട്ടാ മതി. അതെ അതെ ഒരു ചെറുവിരലിന്റെ വിലയൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ, അറ്റ്ലീസ്റ്റ് ഒരു ബെൽറ്റ് കിട്ടുള്ളൂ. ബാഗ് കെട്ടി കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ.
ഓക്കെ, നമ്മുടെ ഡേ 2വിൻ്റെ റൈഡിങ് സെക്ഷൻ ഇന്ന് കഴിഞ്ഞു. ആക്ച്വലി 8 മണി തൊട്ട് വൈകുന്നേരം 5 മണിക്ക് ഇന്നലത്തെ കൂട്ട് തന്നെ ഏകദേശം വെതർ ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ രാവിലെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാലും നല്ല തണുപ്പുണ്ട്. എന്നാലും ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് റൈഡിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്. അത്യാവശ്യം എത്ര 4-5 റൗണ്ട് മിനിമം 5 പ്രാവശ്യങ്ങളും നമ്മൾ ട്രാക്കിൽ പോയി. ഇതൊരു ലാപ്സായിട്ട് അടിക്കും. നമുക്കൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റാണ് വരുന്നത്. 15 മിനിറ്റിൽ ഒരു 5 ലാപ്സാണ് നമ്മൾ അടിക്കുന്നത്. അപ്പം ഡേ 1 അപേക്ഷിച്ചിട്ട് നല്ല ബെറ്റർ ആയിരുന്നു. കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ 1 by 1 ആയിട്ട് ഓരോരുത്തർ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പം നാളെ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ഡേ ആണ്. നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇൻസ്ട്രക്ടേഴ്സ് ഇല്ലാതെ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് നാളെ. ഓക്കെ, അപ്പോൾ നാളെ കാണാം.